അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് PYQ ആണ്, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിന്റെ PYQ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ അങ്ങോട്ട് തരും, നിങ്ങൾ ചെയ്യുക. റൂട്ട് 121/225. റൂട്ട് 121/225. ഓപ്ഷൻ എ. അത് ശ്രീകുട്ടിയാണ്, നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. നമ്മൾ എന്നും ക്ലാസ്സിൽ ചെയ്യില്ലേ സൺഡേകളില്. ഓക്കെ, ഏത് വരും? 11/15, 11/25, 25/11, 12/25. ഫസ്റ്റ് ക്വസ്റ്റ്യനെ സ്ക്വയർ റൂട്ടിലാണോ? ഏത് ക്വസ്റ്റ്യനാ? എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേ. ഇതിൽ ആൻസർ എന്ത് വരും? പോൾ ഇടാം. അതെയോ? ചെയ്തോ? പോൾ വേണ്ട അല്ലെങ്കിൽ അല്ലേ? ഇപ്പൊ ഒരെണ്ണം പോൾ ഇടാം. റൂട്ട് 236 ഞാൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ, നോക്കിയിട്ട് പറയാം. റൂട്ട് 236 ചെയ്തു തരാം. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാമേ. ഇതെല്ലാവരും ആൻസർ കമന്റ് ചെയ്തു. അൻപത്തൊൻപതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? √59 ആയിരിക്കും. അപ്പം ആൻസർ ഇതൊന്നുമില്ല. 2√59 ഇത്രേ ഉള്ളൂ. ഇതിന്റെ ആൻസർ എന്ത് വരും? പൊന്നുസേ ഗുഡ് മോർണിംഗ്. √746. അതുകൂടെ ചെയ്തു തരാം. ഒരു മിനിറ്റ്. അപ്പൊ ഇത് പറയട്ടെ. √121/225 എന്ത് കിട്ടും? √121ന്റെ എന്താണ്? 11 ആണ്. 225ന്റെ എന്താണ്? 15 ആണ്. ആൻസർ എന്ത് കിട്ടി? 11/15 എന്ന് കിട്ടിയോ? ഓക്കെ, ഇനി 746ന്റെ അല്ലേ? 746 2 3 2 6. ഓക്കെ, 373 വന്നു അല്ലേ? 373നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഒന്നുകൊണ്ടും പറ്റുന്നില്ലേ? ഇല്ല, അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ. 15ന്റെ സ്ക്വയറോ 225 ആണ് കേട്ടോ. 225 ആണ് കേട്ടോ. ഇല്ല, നമുക്ക് ഫാക്ടേഴ്സ് എടുക്കാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം ജിഷ.
ഈ ഒരു മെത്തേഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് എടുക്കാതെ ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല sin 46 കേട്ടോ. അങ്ങനെയുള്ളതേ നമുക്ക് തരുവുള്ളൂ ക്വസ്റ്റ്യന്. ശ്രീകുട്ടി പിന്നെ ചെയ്തു തരാം കേട്ടോ, ലാസ്റ്റ് ചെയ്തു തരാം, അല്ലെങ്കിൽ നമ്മുടെ PYQ തീരത്തില്ല. പ്രോട്ടോ 225ന്റെ റൂട്ടാണ്, 15ന്റെ റൂട്ട് സ്ക്വയർ ആണ് കേട്ടോ 225. നേരത്തെ ക്ലാസ് കാണണം കേട്ടോ, 2 ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ സ്ക്വയർ എടുക്കണം, സ്ക്വയർ റൂട്ട് എടുക്കണം എന്നൊക്കെ പഠിച്ചു കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൂട്ട് 16 into 25 ചെയ്തോ. A 20, B 9, C 4, D 50. റൂട്ട് 16 into 25 ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തോ. റൂട്ട് 16 into 25 റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും പറഞ്ഞോ? എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ആൻസർ എന്ത് കിട്ടി? 20 എന്ന് കിട്ടി. കിട്ടിയോ കാർത്തിക? എത്ര നാൾക്ക് ശേഷമാണല്ലേ? ഓക്കെ, നേരത്തെ ഈ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിന്റെ റെക്കോർഡ് കാണാത്തവർ കാണുക കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് മെത്തേഡില് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. അടുത്തത് റൂട്ട് 16/25 into 4/9. ഓപ്ഷൻ വേണോ? A 21/35, B 64/25, C 8/15, D 99/64. എല്ലാരും ചെയ്തേ. ഇതെന്തരും? റൂട്ട് 16ന്റെ 4 ആണ്, 25ന്റെ 5 ആണ്, റൂട്ട് 4ന്റെ 2 ആണ്, റൂട്ട് 9ന്റെ 3 ആണ് അല്ലേ? അപ്പൊ എന്ത് 4 × 2 8. അമ്മു 8/15 എന്ന് കിട്ടിയോ? 8/15. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. റൂട്ട് 36/9 into 64/16. ഓപ്ഷൻ A 4, B 16, C 3, D 36. 36/9 into 64/16. 4 കിട്ടി അല്ലേ? എങ്ങനെ വരും? റൂട്ട് 36ന്റെ 6 ആണ്, 9ന്റെ 3 ആണ്, 64ന്റെ 8 ആണ്, 16ന്റെ 4 ആണ് അല്ലേ? 8 4 കൂടെ പോയി. 6 2 12, 12/3 4 എന്ന് കിട്ടി. ആൻസർ 4. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനെ. ഇതാണ് ക്വസ്റ്റ്യൻ. റൂട്ട് 625/11 into 14/√25 into 11/√196. ഓപ്ഷൻ A 5, B 6, C 8, D 11. ചെയ്തോ? റൂട്ട് 625 എന്ത് വരും? റൂട്ട് 625 25 വരും അല്ലേ? റൂട്ട് 625 എന്ന് പറഞ്ഞാൽ 25/11 into 14/√25 എന്ത് കിട്ടും? 5 എന്ന് കിട്ടും.
11 by root 196 എന്താണ് 14 എന്ന് കിട്ടി. 14 പോയി, 11 പോയി, 25 5 എത്ര കിട്ടി 5 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ 5 ആണ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. എല്ലാരും ചെയ്യണേ. ബി വന്നു, സി വന്നു, സി വന്നു. ഓക്കെ, 169 റൂട്ട് എന്താണ്? 169 റൂട്ട് എന്താണ്? 13 ആണ് അല്ലേ? 30. അപ്പം നമുക്കിവിടെ 2 പോയിന്റ് മാറ്റുവാണെങ്കിൽ ഇതിനകത്ത് എന്തേ വരുള്ളൂ? 1 പോയിന്റ് ഇൻറ്റു റൂട്ട് 0.1 അല്ലേ? റൂട്ട് 0.01. 1ന്റെ റൂട്ട് എന്താണ്? 1ന്റെ റൂട്ട് 1 തന്നെ. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 0.1 എന്ന് കിട്ടി അല്ലേ? ഇവിടുത്തെ ആൻസർ എന്ത് വന്നു? 0.1 എന്ന് കിട്ടി. നമ്മൾ 0.1 എഴുതി ഇൻറ്റു 0.04 എന്ത് വരും? 0.2 എന്ന് പറഞ്ഞു ഇല്ലേ? 0.2. അപ്പൊ എന്താ 13 × 2 എത്രയാണ്? 26. എത്ര സ്ഥാനം? 1 2 3. അപ്പൊ എന്ത് കിട്ടി? 1 2 3. 3 സ്ഥാനം ആകുമ്പോ 1 2 3. അപ്പൊ എന്ത് കിട്ടി? 0.026 എന്ന് കിട്ടി. ഓപ്ഷൻ ബി ആണ് ആൻസർ. കുറെ പേർക്ക് ഓപ്ഷൻ സി വന്നൂലോ. കിട്ടിയോ? വന്നു. അപ്പൊ ഇത് ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടോ അത്രയും മാറ്റി പോയിന്റ് ഇടാം. ക്ലിയർ? എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. മുകളിൽ എഴുതിയേക്കുന്ന ക്വസ്റ്റ്യൻ. ഒരാള് ചെയ്തു, ബാക്കിയുള്ളവര് അതിനെ വെട്ടിച്ചെറുതാക്കണം. നമ്മുടെ ഈ ഓപ്ഷൻ വേണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താ വരിക? 60 മൈനസ് റൂട്ട് 144 എത്രയാണ്? റൂട്ട് 144 12 ആണ്. ബൈ 400 മൈനസ് എത്ര? റൂട്ട് 256 എത്രയാണ്? 16 ആണ് അല്ലേ?
ഓക്കെ, അപ്പൊ ആൻസർ എന്ത് കിട്ടി? 60 12 കുറയ്ക്കുമ്പോൾ 48, 400 10 കുറയ്ക്കുമ്പോൾ 16 കുറയ്ക്കുമ്പോൾ 384 ഇല്ലേ? 384. ഇനി എന്താ ചെയ്യാ? ഈ 48നെ, അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ട് ഒരാളെങ്കിലും ചിന്തിച്ചാണ് എന്ത്, ഈ 46/384 ആണോ അതോ 48/384 ആണോ എന്ന്? ഇല്ലേ? ഓപ്ഷൻ നമ്മൾ വേണമെങ്കിൽ അറിയാതെ പരീക്ഷ ഹോളിൽ ചെന്ന് പെട്ടെന്ന് ഇതങ്ങ് കയറും. പക്ഷെ അത് തെറ്റായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വെട്ടാം. എന്താണ്? 3 കൊണ്ട് വെട്ടിയാൽ 16 × 3 അല്ലേ? 48 വരും. അതേപോലെ 384 3 കൊണ്ട് വെട്ടുമ്പോ 1 2 8 128 വരും അല്ലേ? ഇനി അതേപോലെ 16 വീണ്ടും വെട്ടാം. 2 കൊണ്ട് 8, 128നെ 2 കൊണ്ട് വെട്ടുമ്പോൾ 64. ഇനിയും വെട്ടാം. 8നെ 64 1/8 എന്ന് കിട്ടും. ആൻസർ അപ്പൊ ഏത് കിട്ടി? സി എന്ന് കിട്ടി. കിട്ടിയോ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. √1296 എന്ന് പറഞ്ഞാൽ 36 ആണ്. എങ്കിൽ 12.96 പ്ലസ് 0.1296 പ്ലസ് 0.001296 എന്ന് പറയുന്നത് എത്രയാണ്? അത് കുറച്ചു പേർക്ക് സന്തോഷമാണ്, കുറച്ചു പേർക്ക് ദുഃഖമാണ്. കാരണം വീട്ടിൽ അങ്ങനെ ഇരുന്ന് പഠിക്കാം എന്നുള്ളവർക്ക് ഓക്കെ, പക്ഷെ നമുക്ക് അങ്ങനെ പഠിക്കാൻ അത്രയും സമയം ഇല്ല എന്നുള്ളവരുണ്ട്. അവർക്ക് ഭയങ്കര വിഷമവുമാണ്. കാരണം ജോലിക്കൊക്കെ പോകുന്ന പയ്യന്മാരുണ്ട്. അവർ 2 മാസം കൂടെ അല്ല ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു. ഇത് ചെയ്തോ? ദൃശ്യ മാത്രമേ ചെയ്തൂല്ലോ. പിള്ളേരെ നോക്കിയോ. √1296 36 അല്ലേ? അപ്പൊ 12.96 എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്ഥാനം നമ്മുടെ റൂട്ടിലുണ്ടെങ്കിൽ 1 സ്ഥാനം മാറ്റുക. ആൻസർ എന്ത് കിട്ടി? 3.6 പ്ലസ് ഇതിൽ 4 സ്ഥാനമാണ് മാറ്റണ്ടേ, അപ്പോൾ നമുക്ക് 2 സ്ഥാനം മാറ്റണം. അപ്പൊ എന്ത് കിട്ടി? 0.36 താഴോട്ട് തന്നെ എഴുതാം. പ്ലസ് അടുത്തത് ഇവിടെ എത്രയാ? 3 4 6 സ്ഥാനമാണ്. അപ്പൊ എന്ത് കിട്ടി? 0.036 ഇല്ലേ? ഓക്കെ, 6 9 9 3.996 ആണ് ആൻസർ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. കിട്ടിയോ? 3.996 ആണ് ആൻസർ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, √8 × 1/4 മൈനസ് 1/36 ഇതാണ് ക്വസ്റ്റ്യൻ. ചെയ്തോ. ഓപ്ഷൻ തരാം. എ 3/4 ആണ്, ബി 4/3 ആണ്, സി 1/3 ആണ്, ഡി 1/4 ആണ്. ഇതുപോലെ ക്വസ്റ്റ്യൻ വരുമോന്നോ? ഇത് PYQ ആണ്. ഇത് PYQ ആണ് ഞാൻ എടുത്തിട്ടേക്കുന്നത് കേട്ടോ. എളുപ്പമാണ് പിള്ളേരെ, ഒന്നുമില്ല. റോസേ എന്താ പറ്റി? ഇതൊന്നുമില്ല. നോക്ക്, നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? റീഷ കറക്റ്റ് ആക്കി. √8 × ഇതെന്ത് വരും? ഇതൊന്ന് ക്ലോസ് ചെയ്താൽ മതി കേട്ടോ. ഇത് ആദ്യം ഒന്ന് ചെയ്തിട്ടേ വെളിയിൽ എടുക്കാവുള്ളൂ. എന്ത് കിട്ടി? 1 × 36 36 മൈനസ് 1 × 4
4 by 4 into 36 അല്ലേ 4 into 36 അപ്പൊ എന്ത് കിട്ടി 8 into root of മൊത്തത്തിലാണല്ലോ ഒരു മിനിറ്റ് 8 into 36 minus 4 എത്രയാണ് 32 by 4 into 36 എത്രയാണ് 144 എന്ന് കിട്ടിയോ ഇത്രയും കിട്ടിയോ ഓക്കെ അപ്പൊ ഈ 32നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 32നെ വെട്ടാൻ പറ്റും എത്ര കൊണ്ട് 2 കൊണ്ട് വെട്ടിയാൽ എത്ര കിട്ടി 16 2 32 അതേപോലെ ഇത് 2 കൊണ്ട് വെട്ടിയാൽ എത്ര കിട്ടി 72 എന്ന് കിട്ടിയോ ഓക്കെ 16നെ വീണ്ടും നമുക്ക് വെട്ടാം 16നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും 8 2 16 3 2 6 1 12 അല്ലേ 36 കിട്ടി ഇനി നമുക്ക് വെട്ടാൻ പറ്റും 8നെ വെട്ടുമ്പോൾ എത്ര കിട്ടി 2 കൊണ്ട് വെട്ടുമ്പോൾ 4 അപ്പൊ നമുക്ക് വേണമെങ്കിൽ 4 കൊണ്ട് അങ്ങ് വെട്ടാം 4 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 2 കിട്ടും ബൈ 36 എന്ത് വരും 9 വരും വെട്ടി കിട്ടൂടെ അപ്പൊ എന്താ നമുക്ക് ഇവിടെ കിട്ടിയത് റൂട്ട് ഓഫ് 8 into 2/9 എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ റൂട്ട് ഓഫ് 8 into 2/9 നമുക്കിനി ഫാക്ടേഴ്സ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും 8നെ നമുക്ക് എങ്ങനെ എഴുതാം 2 into 2 into 2 എന്ന് എഴുതാം ഇല്ലേ പിന്നെ എന്ത് ചെയ്തു ഇവിടെ ഒരു 2 കൂടെ ഉണ്ട് into 2 ബൈ എന്ത് എഴുതി 9 ഇത്രയല്ലേ കിട്ടിയത് ഓക്കെ അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് എഴുതി ഇത് 2 അപ്പൊ എന്ത് കിട്ടി ഒരു 2 എടുത്തു അപ്പം 4 ബൈ 9 എന്ത് വരും 3 ആൻസർ 4/3 എന്ന് കിട്ടി അല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോ എന്താ 8 into 2 16 റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ് ബൈ റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ആണ് അങ്ങനെ വേണേലും 4/3 എന്ന് എഴുതാം ക്ലിയർ ആയോ ഒന്നുകൂടെ പറയണമെന്നുണ്ടോ റോസ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ ഇത് PYQകളാണ് നിങ്ങൾ ആദ്യത്തെ 2 ക്ലാസ് ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം എന്ന് നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ് അല്ലേ ഇത് ക്ലിയർ ആയോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ തരാം ഇന്നെല്ലാരും പൂജ വെക്കുവാണോ റൂട്ട് ഓഫ് 4 and 25/36 ഇല്ല ഞാൻ വൈകിട്ട് വെക്കും കേട്ടോ ഞാൻ ആകെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണത് പിന്നെ ഞാൻ സ്റ്റുഡന്റ് അല്ലേ സ്റ്റുഡൻസ് എന്ന് മാത്രമല്ല എല്ലാവർക്കും ഒരു ട്രസ്റ്റ് ആണത് ചെയ്തോ എനിക്ക് അന്നേ അറിയാം അത് തന്നെ കയറി അടിക്കൂന്ന് ചെയ്തോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്ര നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി 1 and 1/3 എന്ന് പറഞ്ഞാലേ 1 into 1/3
1/3 1/3 ആണോ അതോ 3 + 1 ഇല്ലേ 3 + 1 2/3 ആണോ? ഇത് പറ ആദ്യം 1 and 1/3 എന്ന് പറയുന്നത് 1 × 1/3 1/3 ആണോ അതോ 1 + 1/3 1 + 1/3 എന്ന് വെച്ചാൽ 3 + 1 3 + 1 4/3 ആണോ 4/3 ആണോ? അതെ അമ്മുന്റെ ശരിയാണ് 4/3 ആണ് ഇല്ലേ 4/3 ആണ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ 4 and 25/36 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4 × 25/36 എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്ത് വരും? ഇതിന്റെ അർത്ഥം √4 + 25/36 എന്നല്ലേ? അപ്പൊ ആൻസർ എന്ത് കിട്ടി? √36 × 4 എത്ര കിട്ടി? 36 × 4 144 അല്ലേ? 144 + 25 169 169/36 169/36 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? √169 എന്ന് പറഞ്ഞാൽ 13 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 13/6 ആണ് ആൻസർ കിട്ടുക. ഇനി 13/6 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 2 12 1 അപ്പൊ ആൻസർ എന്ത് കിട്ടി? 2 and 1/6 ഇല്ലേ 2 and 1/6 എന്ന് കിട്ടി. അപ്പം ഇത് ശരിയാണോ? അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക 4 × 4 and 25/36 എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. കേട്ടോ? ക്ലിയർ ആയോ? ഇപ്പൊ മനസ്സിലായോ? കിട്ടി? Next question. √48 × √27. Option A 34, B 53, C 48, D 36. കാണും കേട്ടോ? കാണും ശ്രീകുട്ടി. ചെയ്തോ? √48 നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഫാക്ടേഴ്സ് ആക്കുന്നു, 2 കൊണ്ട് ചെയ്യുന്നു, 2 4 4 2 8 2 1 2 2 2 4 12 2 എന്ത് കിട്ടി? 6 2 3 3 2 6 അപ്പം 3 1 അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2 അപ്പൊ എന്ത് കിട്ടി? 4√3 എന്ന് കിട്ടി. ഇൻറ്റു √27 എത്രയാണ്? √27 നമുക്ക് √27 നമുക്ക് 3 കൊണ്ട് ചെയ്യുമ്പോൾ 9 3 27 3 3 9 അല്ലേ? അപ്പൊ ആൻസർ എന്ത് കിട്ടി? 3√3 എന്ന് കിട്ടി. 3√3 എന്ന് കിട്ടി. ആൻസർ എന്ത് കിട്ടി? 4 × 3 12 12 × 3 എത്ര കിട്ടി? 36 എന്ന് കിട്ടി ഇല്ലേ? √3 × √3 3 അല്ലേ? അപ്പൊ എന്ത് കിട്ടി? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 × 3 36 എന്ന് കിട്ടി. കിട്ടിയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അത് കഴിഞ്ഞ ദിവസം ഇല്ലാത്തവര് പ്രത്യേകം ഞാൻ പറയാ കാണുക കേട്ടോ. നമുക്ക് അത്രയും സ്പീഡിൽ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ച മെത്തേഡേ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് അതിൽ ഈസി ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ ചെയ്യാ. അറിയാത്തവര് മസ്റ്റ് ആയിട്ട് കാണുക. താഴത്തെ തൊട്ട് താഴത്തെ ക്വസ്റ്റ്യൻ ചെയ്തോ?
root 32 plus root 48 by root 8 plus root 12. ചെയ്തിട്ടില്ല. റോസിന് ഇതിലെ റെക്കോർഡ് കിട്ടുന്നില്ലേ? റെക്കോർഡ് കിട്ടുന്നില്ലേ റോസിന്? നിങ്ങൾക്ക് എല്ലാം ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആദ്യത്തെ ആ ലിങ്കിൽ കൂടെ നോക്കിയാൽ എല്ലാം കിട്ടും. എല്ലാ ക്ലാസ് റെക്കോർഡ് കിട്ടുന്നുണ്ട് കേട്ടോ. ആണോ? അമ്മ എങ്കിൽ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്കണേ അത്, ആ ലിങ്ക്. ആരേലും പറ്റൂന്ന് തോന്നുന്നു. എല്ലാ റെക്കോർഡ് കാണണം. വേറെയാണോ? ആണോ? എങ്കിൽ റോസ് എനിക്കൊരു മെസ്സേജ് ചെയ്ത് തരാം കേട്ടോ. റോസ് ഒന്നാമത് ഒരു ക്ലാസ്സിലും ഇല്ലായിരുന്നു. അതിനോടത്ത് റെക്കോർഡും കൂടെ കിട്ടുന്നില്ലെങ്കിലോ? അതെ. ഈ ക്വസ്റ്റ്യൻ ചെയ്തോ? നമുക്ക് റൂട്ട് 32 നിങ്ങൾക്ക് എന്തോ കിട്ടി? അത് പറഞ്ഞേ. റൂട്ട് 32 എന്ത് കിട്ടി? റൂട്ട് 32 എന്ത് കിട്ടി? 4√2 എന്ന് കിട്ടി ഇല്ലേ? 4√2 എന്ന് കിട്ടി. പ്ലസ് ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ? ഓക്കെ. ഇനി റൂട്ട് 48 എന്ത് കിട്ടി? നമ്മൾ മുമ്പേ ചെയ്തു. 4√3 എന്ന് കിട്ടി അല്ലല്ലോ. അടുത്തത് റൂട്ട് 8 എന്ത് കിട്ടി? റൂട്ട് 8 2√2 ആണ്, നിങ്ങളെ കാണിക്കാണ്. 4 × 2 8 2 അല്ലേ? 2√2 എന്ന് കിട്ടി. കണ്ടോ? പ്ലസ് ഇനി അടുത്ത എന്താ ഉള്ളത്? 12 എന്ത് കിട്ടി? ആണോ? ഓക്കെ. 12 2 4 6 എന്ത് വരും? 3. എന്ത് കിട്ടി? 2√3 എന്ന് കിട്ടി. 2√3 എന്ന് കിട്ടി. ഇത്ര എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ഓക്കെ. ഇനി നമുക്ക് എന്തുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒക്കെ വെട്ടിപ്പോവോ? അങ്ങനെ നമുക്ക് വെട്ടാനുള്ള റൂൾ ഉണ്ടോ? ഇല്ല. ഇല്ലേ? അങ്ങനെ വെട്ടാനുള്ള റൂൾ ഇല്ല. നമുക്ക് ഇവിടുന്ന് മേലിൽ നിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് 4 കോമൺ എടുക്കാം. 4 കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? √2 + √3 എന്ന് കിട്ടിയില്ലേ? ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് 2 കോമൺ എടുക്കാം. അപ്പൊ എന്ത് കിട്ടി? √2 + √3 എന്ന് കിട്ടിയില്ലേ? ഇതും ക്യാൻസൽ ആയി പോയി. 4/2 എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. കിട്ടിയോ? ഇത്രേ ഉള്ളൂ. ഇത് ഒന്നുകൂടെ പറയണോ? ഇത് ഇത്രയും കിട്ടില്ലേ? 4√2 + 4√3/2√2 + 2√3. ഇതിനകത്തുനിന്ന് 4 കോമൺ എടുത്തൂടെ? 4√2നും 4√3നും 4 കോമൺ എടുത്തൂടെ? അപ്പൊ എന്ത് കിട്ടി? 4 × √2 + √3 എന്ന് കിട്ടി ഇല്ലേ? ഓക്കെ. ഇനി 2√2 + 2√3 എന്ത് കോമൺ എടുക്കാം? 2 കോമൺ എടുക്കാം. അപ്പൊ എന്ത് കിട്ടി? √2 + √3 കിട്ടി. ഈ √2 + √3 താഴത്തെ √2 + √3 കൂടെ വെട്ടിപ്പോകൂടെ? അപ്പൊ ആൻസർ എന്ത് കിട്ടുള്ളൂ? 4/2 2 എന്ന് കിട്ടി. കിട്ടിയോ? എല്ലാവർക്കും ക്ലിയർ ആണോ? അത്
Okay. Next question. X by root of 2.25 equal to 550. എങ്കിൽ എക്സിന്റെ വില എത്ര? ഓപ്ഷൻ എ 8.25, ബി 825, സി 82.5, ഡി 25. ശരിയാണ്. എന്തായാലും എക്സ് ബൈ റൂട്ട് 225ന്റെ റൂട്ട് എത്രയാണ്? 15. ഇവിടെ 2 സ്ഥാനം, അപ്പൊ നമുക്ക് എന്താണ്? ഒരു സ്ഥാനം ഈക്വൽ ടു 550 ഇല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു 550 ഇൻറ്റു 1.5 എത്ര കിട്ടി? 825 എന്ന് കിട്ടി. ഇനി ഈ പോയിന്റ് മാറ്റുമ്പോൾ എന്ത് കിട്ടി? 825 എന്ന് കിട്ടി. കുക്കർ ഇവിടെ അടിക്കാൻ തുടങ്ങി. പോയിന്റ് എങ്ങനെയാണെന്നോ? ഏത് പോയിന്റാ പ്രോട്ടോ? അത് കഴിഞ്ഞ ദിവസം ഇല്ലാത്തതുകൊണ്ടാണ് പ്രോട്ടോയ്ക്ക് ഡൗട്ട് വന്നത് കേട്ടോ. ഇവിടെ 225 എന്നല്ലേ? ഈ 225നെ നമുക്ക് 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് എന്തേ എടുക്കാവുള്ളൂ? ഒരു പോയിന്റേ എടുക്കാവുള്ളൂ കേട്ടോ. കഴിഞ്ഞ ക്ലാസ് കാണുമ്പോൾ ക്ലിയർ ആവും. മസ്റ്റ് ആയിട്ട് ഇന്ന് കാണുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനെ, റൂട്ട് ഓഫ് 9 - x എന്ന് പറയുന്നത് 2 ആയാൽ എക്സിന്റെ വില എത്ര? എക്സിന്റെ വില എ 13, ബി 11, സി 7, ഡി 5. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്ഷനിൽ നിന്ന് പിടിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്തും പിടിക്കാം. ഓപ്ഷനിൽ നിന്ന് നോക്കുമ്പോഴേ നമുക്കറിയാം 9ൽ നിന്ന് 13 പറയുമ്പോൾ എന്താ വരുന്നത്? മൈനസ് വാല്യൂ ആണ് വരുന്നത്. അപ്പൊ മൈനസ് ഐ ഫോമിൽ വരും അല്ലേ? ഇനി അടുത്തത് 9ൽ നിന്ന് 11 ആണെങ്കിലും നമുക്ക് അതേ വരുള്ളൂ. അല്ലെങ്കിൽ ഇനി 9ൽ നിന്ന് 7. 9ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ റൂട്ട് 2 ആണ് വരുന്നത്. 9ൽ നിന്ന് 5 കുറച്ചാൽ മാത്രം 4 വരും. റൂട്ട് 4 എന്ന് പറയുന്നത് 2 കിട്ടും ഇല്ലേ? ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ്ടേ യഥാർത്ഥ മെത്തേഡ് ഇതാണ്. 9 - x = 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 2 സൈഡിലെ എന്ത് കളയണം? ഈ സൈഡിലെ റൂട്ട് കളയണം. ഈ സൈഡിലെ റൂട്ട് കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ എന്താ കിട്ടിയേ? 9 - x = എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. 9 - x എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ x ഇപ്പുറത്ത് പോകുന്നു ഇല്ലേ? അപ്പൊ എന്ത് കിട്ടി? 2 അല്ല 4. 9 - x = 2 സൈഡിലും സ്ക്വയർ അല്ലേ? 4 എന്ന് കിട്ടി. അപ്പൊ x = എന്താണ്? തെറ്റിയോ? x = എന്താണ്? 9 - 4 5 എന്ന് കിട്ടി. കിട്ടിയോ? x = 9 - 4 5 എന്ന് കിട്ടി. കിട്ടിയോ? ഓക്കെ, റബ്ബർ എടുത്ത് മായ്ക്കുന്നതാണ്, കുത്തി വരയ്ക്കുകയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? അടുത്ത ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. 25000, 5535, 3600,
0.6000000. ഇതിൽ പൂർണ്ണവർഗം ഏതാണ്? പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം. ഓക്കെ, ബി അല്ല എന്ന് പൊന്നൂസ് പറഞ്ഞു. എ വരുമോ? എ വരുമോ? എ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം? ഇവിടെ 3 പൂജ്യമാണ്. നമുക്ക് എന്താ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതെന്താണ്? ഈവൻ നമ്പറിലായിരിക്കും സീറോസ് ഉണ്ടെങ്കിൽ അല്ലേ? അപ്പൊ 4 പൂജ്യമായിരുന്നെങ്കിൽ എ വന്നേനെ. അപ്പം എ അല്ല. ഇത് വരും തന്നെ 2 പൂജ്യം. അപ്പം സി വരും. ഇനി ഡി നോക്കിക്കോ. 2 4 1 പൂജ്യം ഒറ്റയ്ക്ക് കിടക്കുന്നു. അപ്പൊ ഇവനും അല്ല. ആൻസർ എന്ത് കിട്ടി? സി ആണ് ആൻസർ. ക്ലിയർ ആണോ? അല്ലയോ? അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 1.6, 0.16, 0.016, 0.00016. ശ്രീകുട്ടി, നമ്മൾ പറഞ്ഞില്ലായിരുന്നോ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 സീറോ ഉണ്ടെങ്കിൽ എന്താണ്? നമ്മൾ 1 സീറോ എടുക്കും. അങ്ങനെയാണെങ്കിൽ 3 സീറോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 2 എണ്ണത്തിനെ നമുക്ക് ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ. 3 എണ്ണത്തിന് എടുക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലില്ലായിരുന്നോ? ഇതിന്റെ ഒത്തിരി പ്രോബ്ലം ചെയ്യിപ്പിച്ചാണല്ലോ. ക്ലിയർ ആയോ? ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? ബി ആണ് അല്ലേ? അതിന്റെ കാരണം എന്താണ്? ഇവിടെ നമുക്ക് 1 പോയിന്റ്, നമുക്ക് 2 പോയിന്റ് വരുമ്പോഴാണ്, എന്നുവെച്ചാൽ പോയിന്റിന് ഇപ്പുറം 2 സ്ഥാനം ഉണ്ടെങ്കിലേ നമുക്ക് ഒന്നായിട്ട് എഴുതാൻ പറ്റൂ. അപ്പൊ ഇതല്ല, ഇത് 3 എണ്ണമാണ്. ഇതുമല്ല. ഇത് എത്ര ഉണ്ട്? 2 4 5 എണ്ണമാണ്. ഇതുമല്ല. പിന്നെ 2 എണ്ണം വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആൻസർ ഏതാണ്? 0.16 എന്ന് വരും. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണേ. 98നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും? 98നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അത് പൂർണ്ണവർഗമാവും? ഗുണിച്ചാൽ പൂർണ്ണവർഗമാവും. ഓപ്ഷനോ? A5, B3, C1, D2. അതെങ്ങനെ കിട്ടി? ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പൊ 14 സ്ക്വയർ നമുക്ക് അറിയാം 196 ആണെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാത്തൊരു സംഖ്യ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്തേനെ? നമുക്കിത് അറിയാം 196 സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. 14 ആണെന്ന് അറിയാം. അതുകൊണ്ട് പെർഫെക്റ്റ് സ്ക്വയർ ആവും എന്നറിയാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മൾ ആ റൂട്ട് എടുത്ത് നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു സംഖ്യ ആണെങ്കിൽ 92നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 9 49 എന്ന് കിട്ടും. പിന്നെ എന്ത് കിട്ടി? 7 7 49. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 2 × 7 × 7 ആണ്. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ ഈ ഒരു 7 എടുക്കണം, പിന്നെ എന്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ഇല്ലേ? ഒരു 2 കൂടെ അല്ലേ എടുക്കേണ്ടത്? അപ്പൊ ആൻസർ എന്ത് കിട്ടി? 7 × 2 14. നമ്മൾ ഇവിടെ എന്താണ് എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്? 2 ആണ്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ആ മെത്തേഡ് മനസ്സിലായോ? ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനെ 60നെ ഏറ്റവും ചെറിയ
ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും? 60-നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും? ഓപ്ഷൻ ഒന്നും തരുന്നില്ല, നിങ്ങൾ പറഞ്ഞു. അമ്മോ, 60-നെ 6 കൊണ്ട് ഗുണിക്കുമ്പോഴേ 360 വരുന്നുള്ളൂ. 3600 ആണെങ്കിലേ വരുള്ളൂ കേട്ടോ. ശ്രീകുട്ടി രജിഷ ശരിയാണ്. നോക്ക്, 60-നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. 30, 2, 15. ഇനി ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താ ഇവിടെ കിടക്കുന്നത്? 2 × 2 × 15 ഇൻറ്റു എന്തും കൂടെ ചെയ്താലാണ് ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ ഒരു 15 കൂടെ അല്ലേ വരേണ്ടത്. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ. മനസ്സിലായോ? മനസ്സിലായോ? ഇതാണ് ഞാൻ പറയുന്നത്, ഈ മെത്തേഡ് പഠിച്ചു വെച്ചിരിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനെ 7√2, 5√5, 4√6, 6√3 എന്നിവയിൽ വലുതേതാണ്? ഇതിൽ വലുതേതാണ്? 7√2, 5√5, 4√6, 6√3. നിങ്ങൾക്ക് ഈ √2-ന്റെയോ √5-ന്റെയോ √6-ന്റെയോ √3-യുടെയോ വില അറിയാമോ? √2-ന്റെയോ √5-ന്റെയോ √6-ന്റെയോ 6√3-യുടെയോ √3-യുടെയോ വില അറിയാമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ അറിയാം? ഇതിനെ സ്ക്വയർ ചെയ്താൽ എത്ര കിട്ടുമെന്ന് അറിയാം അല്ലേ? 7√2-ന്റെ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടി? 7 സ്ക്വയർ 49. 49 × 2 എന്ത് കിട്ടി? 98 എന്ന് കിട്ടി. 5√5, 5 സ്ക്വയർ 25. 25 × 5 എന്ത് കിട്ടി? 125 എന്ന് കിട്ടി. 4√6, 4√6 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ 16. 16 × 6 എത്ര കിട്ടി? 96 എന്ന് കിട്ടി. 6√3, 6 സ്ക്വയർ 36. 36 × 3 എത്ര കിട്ടി? 108 എന്ന് കിട്ടി. ഇതിൽ വലുത് ഏതാണ്? 125 ആണ്. സോ ആൻസർ ഏതാണ്? 5√5 ആണ്. കിട്ടിയോ? കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യനെ 2√5, 3√4, √11, 6√2, 2√2. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? നിങ്ങൾ എന്ത് റൂട്ടിൽ കിടക്കുന്നത് കണ്ടാലും വലുതേത് ചെറുതേത് അല്ലെങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കുക ഇങ്ങനെയുള്ളത് വരുവാണെങ്കിൽ ആ റൂട്ടിൽ കിടക്കുന്നത് മൊത്തത്തിൽ എന്തെടുത്താൽ മതി? അങ്ങ് സ്ക്വയർ ചെയ്താൽ മതി. ആ സ്ക്വയർ ചെയ്യുന്നതായിരിക്കും എന്ത്? ആൻസർ എന്ന് പറയുന്നത്. കേട്ടോ?
ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഇവിടെ 2√5ന്റെ സ്ക്വയർ 2 സ്ക്വയർ 4 ആണ്. 4 into 5 20. ഇത് 3√4ന്റെ സ്ക്വയർ 3 സ്ക്വയർ 9 ആണ്. 9 into 4 36. √11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 എന്ന് കിട്ടി. 6√2 എന്ത് കിട്ടി? 6 സ്ക്വയർ 36. 36 into 2 72 അല്ലേ? 72. 2√2 2 സ്ക്വയർ 4 4 into 2 8. ആൻസർ ഏതാണ്? ഏറ്റവും ചെറുത് ഏതാണ്? 2√2 ആണ് അല്ലേ? കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2√5 5√2 3√2 4√3 എന്നിവ അവരോഹണ ക്രമത്തിൽ എഴുതുക. അവരോഹണ ക്രമത്തിൽ. ഡിസെൻഡിങ് ഓർഡർ അല്ലെ? ആരോഹണം എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറും അവരോഹണം എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറും. അപ്പൊ ആദ്യം ഏതാണ് വരുന്നതെന്ന് പറ. ആദ്യം വലുതിൽ നിന്ന് താഴേക്ക് എഴുതുക. അവരോഹണം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് താഴേക്ക്. ആദ്യം ഏതാണ് വരിക? BDAC. ഓക്കെ. എന്ത് വരും? ഈ 2√5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2 സ്ക്വയർ 4 4 into 5 20. 5√2 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ 25 25 into 2 15. 3√2 3 സ്ക്വയർ 9 9 into 2 18. 4√3 4 സ്ക്വയർ 16 16 into 3 48. അപ്പൊ ഇതിൽ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം ഏത് വരും? 5√2 വരും. രണ്ടാമത് ഏത് വരും? 4√3 വരും. മൂന്നാമത് ഏത് വരും? 2√5 വരും. നാലാമത് ഏത് വരും? 3√2 വരും. കിട്ടിയോ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ √15 എന്ന് പറയുന്നത് 3.872 എങ്കിൽ √5/√5 plus √3 എത്രയാണ്? √5/√5 plus √3 എത്രയാണ്? ആ 15 ആണ്. ഞാൻ ചെയ്തു തരാം കേട്ടോ. ഇതെന്താന്ന് അറിയാമോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ നിങ്ങൾ ഈ ഡിനോമിനേറ്റർ കണ്ടില്ലേ? ഇപ്പൊ ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് വെച്ചോ. a+b എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇത് ഇവിടെ എന്ത് ചെയ്യണം? മൈനസ് ഇടുക. മൈനസ് ഇട്ട് മേലിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി? a-b ഇവിടെ കിട്ടും. താഴെയും എന്ത് കിട്ടും? a-b കിട്ടും. മനസ്സിലായോ? നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഫോം ആണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിന്റെ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? മൈനസ് ഇട്ട് മുകളിലും താഴെ അതിനെ നമ്മൾ പറയുന്ന കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ്. അപ്പൊ എന്താ? മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയും കിട്ടിയോ? ഓക്കെ. അതേപോലെ നമ്മൾ അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും? √5 എന്ത് കിട്ടി? √5 plus √3 എല്ലാ കേസിലും പറ്റും കേട്ടോ. ബൈ എന്ത് കിട്ടി? √5 minus √3. എവിടെ മാത്രമേ പറ്റുള്ളൂ? ഡിനോമിനേറ്ററിൽ മാത്രമേ പറ്റുള്ളൂ? ഇല്ല, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയും കിട്ടി. അപ്പൊ ഇതിനെ നമുക്ക് എന്തായി? ഇത് നോക്ക്, ഇത് a+b into a-b ഫോം അല്ലേ? നോക്ക്, a+b into a-b. ഒന്നുകൂടെ പറയണോ? പറയാം.
ഇത് നോക്ക്, നമുക്ക് ഇങ്ങനെ a by a plus b ഫോമിൽ കിടക്കുവാണ്. ഇപ്പൊ ഇതില് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് √5ന്റെ വാല്യൂ അറിയത്തില്ല, √3യുടെ വാല്യൂ അറിയത്തില്ല. ഇങ്ങനെയുള്ള ഒരു കേസ് വരുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? √5 by ഇത് അതേപോലെ അങ്ങ് എഴുതുക. എന്താണ്? √5 by √5 plus √3 ഇത് അതേപോലെ എഴുതുക. എന്നിട്ട് മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ കോൺജുഗേറ്റ് ഒന്നും പഠിച്ചു വെക്കണ്ട. ഈ പ്ലസ് ആണെങ്കിൽ അതിന്റെ എന്താണ്? ഓപ്പോസിറ്റ് സൈൻ മൈനസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി? √5 മൈനസ് √3 വരും. ഇവിടെ എന്ത് വരും? √5 മൈനസ് √3 വരും. ഇത്രയും മനസ്സിലായോ? ഇത്ര എഴുതിയത് മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണിത്? ഇത് a plus b into a minus b ഫോം ആണ്. a plus b into a minus b, a plus b into a minus b ഫോം ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണ്, ഇല്ലേ? അപ്പൊ ഇത് എന്ത് ചെയ്യും? നമുക്ക് ഡിനോമിനേറ്ററിൽ a plus b into a minus b, അപ്പൊ എന്താ? a സ്ക്വയർ മൈനസ് b സ്ക്വയർ, അപ്പം √5 സ്ക്വയർ മൈനസ് √3 സ്ക്വയർ എന്ന് കിട്ടിയോ? ഓക്കെ, ഇനി ഇതെന്ത് വരും? ഇത് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. √5 into √5 എത്ര കിട്ടി? 5 എന്ന് കിട്ടി. മൈനസ് √5 into √3, ഇല്ലേ? √5 into √3 എത്ര കിട്ടി? √15 എന്ന് കിട്ടി. ഇത്രയും കിട്ടിയോ എല്ലാവർക്കും? ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടി. ഇനി നമ്മുടെ ആൻസർ എന്ത് വരും? 5 മൈനസ് √15 എന്ത് കിട്ടി? √15 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയേ? 3.872 എന്ന് കിട്ടി. ബൈ ഇനി a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്താണ്? 5 മൈനസ് 3 ആണ്. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 5 മൈനസ് 3.872 എത്ര കിട്ടി? 1.128 എന്ന് കിട്ടി. ബൈ 5 മൈനസ് 3 എത്ര? 2 എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1128നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 6 4 564 എന്ന് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യാ? 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. 0.564 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇവിടെ വരെ ക്ലിയർ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാ? a plus b into a minus b ഫോം a സ്ക്വയർ മൈനസ് b സ്ക്വയർ √5 സ്ക്വയർ മൈനസ് √3 സ്ക്വയർ. ഇതെന്ത് ചെയ്യാ? √5 into √5 എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. √5 into √3 എന്ത് കിട്ടി? √15 എന്ന് കിട്ടി. അപ്പൊ എന്താ? 5 മൈനസ് √15 ബൈ a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് കിട്ടി. ആൻസർ കിട്ടിയോ? ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്ത് പഠിക്കണം കേട്ടോ, നേരത്തെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതൊക്കെ. അടുത്തത് ഇതിന്റെ ആൻസർ എഴുതുക. a 55, b 65, c 54, d 75. റോസ് പോയോന്നോ? തിങ്കളാഴ്ച നമുക്ക് പുതിയ ടോപ്പിക് എടുക്കാം കേട്ടോ. ഇതിന്റെ അർത്ഥം എന്താ പിള്ളേരെ? 3025/1/2 എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഇതിനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഇങ്ങനെ എഴുതുന്നത്. അത് വേണം ഓർക്കാൻ കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് 25ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. 25ന്റെ എന്ത് വരും? 25 വരുവാണെങ്കിൽ 5 ലാസ്റ്റ് വരുവാണെങ്കിൽ നമ്മുടെ റൂട്ട് 5-ലായിരിക്കും, ഇല്ലേ? ഇനി 30ന്റെ തൊട്ട് മുമ്പുള്ള റൂട്ട് എന്താണ് വരിക? 30ന്റെ 25, അല്ലേ? 25 ആണ്. അപ്പൊ എന്ത് കിട്ടി? ആൻസർ 5 + 6 30, സെയിം നമ്പർ 55. ഇതല്ലേലും നോക്കണ്ട, 5ന്റെ ആവുമ്പോ നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അല്ലേ?
ഇവിടെ ഒറ്റ നമ്പരേ ഉള്ളൂ. അപ്പൊ എന്താ 25 ആണ് 5, 55 ആയിരിക്കും ആൻസർ. ക്ലിയർ? ഓക്കെ. ഇനി കൂട്ടത്തിൽ ചേരാത്തത് ഏത്? 121, 169, 225, 249. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഏതാണ്? ഡി ആണ് അല്ലേ? ഇത് 11ന്റെ സ്ക്വയർ, ഇത് 13ന്റെ സ്ക്വയർ, ഇത് 15ന്റെ സ്ക്വയർ. ഇതിന് മാത്രം സ്ക്വയർ ഇല്ല. അടുത്തത് 4 സ്ക്വയറിനോട് ചേർച്ചയില്ലാത്ത സംഖ്യ ഏത്? ഇതാണ് നമ്മുടെ ഓപ്ഷൻ. 4 സ്ക്വയറിനോട് ചേർച്ചയില്ലാത്ത സംഖ്യ ഏത്? ഫോർ സ്ക്വയറിനോട് ചേർച്ചയില്ലാത്ത സംഖ്യ ഏത്? ഏതാണ്? ഈ ഡി ആണ് അല്ലേ? എന്നുവെച്ചാൽ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, അതുണ്ട്. 2⁴ എന്ന് പറഞ്ഞാലും 16 അല്ലേ? 256 എന്ന് പറഞ്ഞാലും ഏതാണ്? 16. ഇതിനകത്ത് വരാത്ത ഏതാണ്? 8 അല്ലേ? ഓക്കെ, 8 ആണ്. അതുകൊണ്ട് ആൻസർ ഏതാണ്? 8. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് തിങ്കളാഴ്ച കാണാം കേട്ടോ, പുതിയൊരു ടോപ്പിക്. അപ്പൊ എല്ലാവരും ചെയ്ത് പഠിക്കുക. റെക്കോർഡ് കാണാൻ പറ്റാത്തവർ എനിക്കൊരു മെസ്സേജ് ചെയ്യാം. താങ്ക് യു.